സ്വാഗതം. എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് താങ്കൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ അതിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. ഇത് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിന്റെ എല്ലാ അർത്ഥവും അറിഞ്ഞ ഒരു മഹാനാണ് ഞാനെന്ന്. സമീപകാലത്ത് എനിക്കുണ്ടായ ചില അനുഭവങ്ങളും ചില വായനകളിൽ നിന്നും നേടിയ ചില അറിവുകൾ താങ്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ടാൽ തീർച്ചയായിട്ടും എന്താണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ന ചോദ്യത്തിന് ഓഷോ പറയുന്ന ഒരു മറുപടി എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതേപോലെ തന്നെ അത് കണ്ടെത്താം എങ്ങനെ എന്ന ചോദ്യത്തിന് മാർക്ക് മാൻസൺ എന്ന് പറയുന്ന അമേരിക്കൻ ബ്ലോഗറും ഓതറുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഇൻസൈറ്റ് കിട്ടുകയും ചെയ്തു. മാത്രമല്ല എന്തുകൊണ്ടാണ് നമുക്കിത് തോന്നുന്നത് എന്നതും മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം താങ്കളുമായിട്ട് പങ്കുവയ്ക്കാനും അതിലൂടെ താങ്കൾക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്താനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇനി ജീവിതത്തിന് അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതും ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ താങ്കൾക്ക് വേണ്ടിയുള്ളതല്ല. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാൻ ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ടാരോയിലൂടെയും ന്യൂമറോളജിയിലൂടെയും ആകാശിക് റെക്കോർഡ്സിലൂടെയും പെൻഡുലം ഡൗസിങ് അതേമാതിരിയുള്ള ആത്മീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യത്തിന് ഓഷോ പറയുന്ന ഒരു മറുപടിയിൽ നിന്ന് തുടങ്ങാം. ഓഷോയോട് ഒരു വിദേശ വനിത ചോദിക്കുന്നുണ്ട്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മൈ ലൈഫ് എന്ന് ചോദിക്കുമ്പോൾ ഓഷോ പറയുന്ന മറുപടിയാണിത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: സ്വന്തം ജീവിതത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ, അതായത് എന്താണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് അറിയണമെങ്കിൽ ആദ്യം താങ്കൾ ആരാണ് എന്ന് താങ്കൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഓഷോ പറയുന്നത്. അതിന് കാരണം എന്നാൽ ഇവിടെ 800 കോടി ജനങ്ങളുണ്ട്. 800 കോടി ജനങ്ങൾക്കും ഈ ലോകത്ത് ഒരു പേർപ്പസ് ഉണ്ട്. അവരൊന്നും ആക്സിഡൻസ് അല്ല എന്നല്ല, യാദൃശ്ചികമായിട്ട് വന്നതല്ല. എല്ലാവരും ഇവിടെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് അറിയണമെങ്കിൽ നാം ആരാണ്, ഞാൻ ആരാണ് എന്നറിയുന്നിടത്താണ് അത് തുടങ്ങുന്നത് എന്നാണ് ഓഷോ പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് ധ്യാനം ആണ്. അതായത് ധ്യാനിക്കൂ, ഉള്ളിലേക്ക് പോകൂ, സ്വയം കണ്ടെത്തൂ എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ധ്യാനിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ധ്യാനിച്ചത് കൊണ്ട് അത് കിട്ടണമെന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത്. പ്രധാനമായിട്ട് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അർത്ഥം അന്വേഷിച്ചു തുടങ്ങുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എല്ലാം ഉണ്ടായിട്ടും ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് ടാരോ റീഡിങ്ങിനായി പലരും കൺസൾട്ടേഷന് വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വിളിക്കുമ്പോൾ അവർക്ക് എല്ലാം ഉണ്ട് എന്ന് നമുക്ക് പുറമേ തോന്നും. അതായത് ജോലി ഉണ്ടാവും, ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും, മക്കളുണ്ടാവും. പുറമേ നോക്കുമ്പോൾ അവർ സാമ്പത്തികമായിട്ട് വളരെയധികം സ്റ്റേബിൾ ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കൊരു വലിയ ശൂന്യതാ ബോധം തോന്നുന്നുണ്ടാവും. എന്താണിത്, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ വ്യക്തിക്ക് എന്തിന്റെ കുറവാണ്, എല്ലാം ഉള്ളത് കൊണ്ടല്ലേ തോന്നുന്നതെന്ന് തോന്നും. അങ്ങനെ ഒരിക്കലുമല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ആരാണ്, എന്താണെന്നുള്ളത്. അതേസമയം ഇത് ഒരു വിധത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ തിരിച്ചടി നേരിടുമ്പോഴാണ്. ഉദാഹരണത്തിന് ആരോഗ്യപരമായിട്ട് ഒരു ആക്സിഡന്റ് പറ്റുകയോ അല്ലെങ്കിൽ അസുഖം വന്നിട്ട് നമുക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുമ്പോഴോ കുറെ കാലമായിട്ട് തൊഴിൽ കിട്ടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചിരുന്നവർ നമ്മളെ വഞ്ചിക്കുമ്പോഴോ വിവാഹ മോചനത്തിന് നേരിടുമ്പോഴോ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മരണങ്ങൾ കുടുംബത്ത്, ഇതെല്ലാം നമ്മളെ ഞെട്ടിക്കും. നമ്മുടെ ആ ഒരു സന്തുലിതമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതത്തിൽ വലിയ മുറിവേൽപ്പിക്കുകയും കുറെ കാലങ്ങളോളം നമ്മൾ ഡിപ്രഷനിൽ കഴിയുകയും ചെയ്യും. ഞാൻ അതിനൊരു വ്യക്തിമാണ്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ബ്രേക്കപ്പ്, ഒരു വർഷത്തിലധികം ആരോഗ്യമില്ലാതെ 2 പ്രാവശ്യം ജീവിതത്തിൽ കിടന്നിട്ടുണ്ട്. ജോലിക്ക് പോകാൻ പറ്റാതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആത്മീയതയിലേക്ക് തിരിയുന്നത്. അതിന് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന 3 ചിഹ്നങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ബാല്യകാലത്തിലുണ്ടായിരുന്ന ചില കാര്യങ്ങളോട് തിരിച്ചു പോകാൻ തോന്നും. ഉദാഹരണത്തിന് നമുക്ക് പടം വരയ്ക്കാൻ, ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ അത് ചെയ്യാൻ തോന്നും. ബാല്യത്തില് പാട്ട് പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പാട്ട് പഠിക്കാൻ തോന്നും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് തോന്നും. നമ്മൾ ഇപ്പോൾ അത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അത് പഠിച്ച് നാളെ പിക്കാസോ ആവണം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല നമ്മളിപ്പോൾ പെയിന്റിംഗ് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി നൃത്തം ചെയ്ത് 1ാം സമ്മാനം വാങ്ങണം എന്നതിലുമല്ല ഇപ്പോൾ നമ്മൾ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു ചിഹ്നം എന്ന് പറയുന്നത് നമ്മൾ ചില സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ശകുനങ്ങൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് കാണും ജീവിതത്തിൽ. ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മളോട് പറയാതെ എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾക്ക് സമയമായി, നമുക്ക് ഷിഫ്റ്റിന്റെ സമയമായി എന്ന് പറയുന്ന ഒരു ചേഞ്ച് ഇതെന്നുള്ളതാണ് വരുന്നത്. പിന്നെ ഒരു ഇത് കൂടി നമുക്ക് വരാറുണ്ട്. അതായത് നാം ജീവിതത്തിൽ
തളർന്നുപോയി എന്ന് ഒരു തോന്നൽ, ആരുമില്ല എന്നൊരു തോന്നൽ. ഇതെല്ലാം നമ്മൾ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിനുള്ളിൽ നിന്ന് യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് എന്താണ് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് തോന്നുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം, അതായത് ഓഷോ നിർത്തിയിടത്താണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ അർത്ഥം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന ചോദ്യത്തിന് മാർക്ക് മാൻസന്റെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചൊരു ഐഡിയ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു നോക്കുമ്പോഴേ നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥം നമുക്കറിയണമെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ്. അതായത് ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പ്രോബ്ലംസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് അത്ര ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്ന ഉദാഹരണമുണ്ട്. അതായത് അമിതവണ്ണമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രശ്നം പ്രോബ്ലം എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. അതിന് സൊല്യൂഷൻ എന്താണ്? അദ്ദേഹം ഒരു ജിമ്മിൽ ചേർന്നു. ജിമ്മേഷ്യത്തിൽ ചേരുമ്പോൾ അദ്ദേഹത്തിനുള്ള അടുത്ത പ്രോബ്ലം എന്താണ്? രാവിലെ നേരത്തെ എണീക്കണം, അവിടെ പോയി കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ചിലപ്പോ എന്താ പറയാ, വർക്കൗട്ട് ചെയ്ത് കുളിക്കാതെയാണ് ജോലിക്ക് പോകുന്നെങ്കിൽ പൊട്ടമണം വരും. അപ്പോൾ അദ്ദേഹം അടുത്തൊരു പ്രശ്നത്തിനാണ് നേരിടുന്നത്. ഭക്ഷണം പണ്ടത്തെ പോലെ കഴിക്കാൻ പറ്റില്ല, കൃത്യസമയത്ത് ഉറങ്ങണം. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കാണുമ്പോൾ അടുത്ത പ്രശ്നം വരും, അടുത്ത പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ അടുത്ത പ്രശ്നം വരും. പക്ഷേ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ അർത്ഥവും കിട്ടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഉദാഹരണത്തിന് നമുക്ക് എല്ലാവരും പറയുന്നത് നല്ലൊരു വീട്, നല്ലൊരു ജോലി, നല്ലൊരു പാർട്ട്ണർ എന്നുള്ളതാണ്. അദ്ദേഹം അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അത് നേടാനായി താങ്കൾ എന്ത് സഹിക്കാൻ തയ്യാറാണ്? എപ്പോഴും അദ്ദേഹം പറയുന്നത് വലിയ വിജയങ്ങൾക്ക് പിന്നിൽ വലിയ സഹനമുണ്ട്. ഇന്നൊരാൾ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറെ തോറ്റിട്ടുണ്ട്, അയാളുടെ ജീവിതത്തിൽ കുറെ സഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആ സഹനം എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ കാണാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ അർത്ഥം നമ്മൾ അന്വേഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, താങ്കൾ ആരാണ് എന്ന് സമാധാനമായിട്ട് ഇരുന്ന് ആലോചിച്ച് നോക്കുക. ഇനി അറിയില്ലെങ്കിൽ താങ്കളുടെ അച്ഛനമ്മയുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം. ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, ബന്ധുക്കളോട്, സ്നേഹിതരോട് എല്ലാവരോടും ചോദിച്ചു നോക്കുക, എന്നെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു നല്ല അഭിപ്രായവും എന്താണ് എന്നെക്കുറിച്ച് ഒരു മോശം അഭിപ്രായവും. സത്യസന്ധമായിട്ട് അവരോട് പറയാൻ പറയുക. അങ്ങനെ ഒരു സ്വയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഞാൻ എന്ന് നമുക്ക് തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നോക്കുക, ഒരു പ്രശ്നത്തിനെ പ്രശ്നമായിട്ട് കാണാതെ ഒരു വെല്ലുവിളിയായിട്ട് കാണാൻ നോക്കുക. അങ്ങനെ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിന്റെ അർത്ഥം തെളിഞ്ഞു വരുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. പ്രശ്നങ്ങൾ പോയി എന്ന് ഞാൻ പറയുന്നില്ല, ജീവിതത്തിൽ അർത്ഥവും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് താങ്കളുമായിട്ട് ഇത് പങ്കുവയ്ക്കണം ആഗ്രഹിച്ചത്. താങ്കളും ഇത് ശ്രമിച്ചു നോക്കൂ കുറച്ചു കാലം. അതിനുശേഷം താങ്കളുടെ അഭിപ്രായം എന്നോട് പറയൂ. മാത്രമല്ല താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് കമന്റ് ചെയ്യൂ. തീർച്ചയായിട്ടും അതിലൊരു പരിഹാരമുണ്ടെങ്കിൽ ഒരു വീഡിയോ രൂപത്തിൽ നിർമ്മിച്ചു തരാൻ ശ്രമിക്കാം. ഇത്രയും നേരം ഇത് കണ്ടിരുന്നതിനും ഇതിൽ നിന്ന് ഇൻസൈറ്റ്സ് എടുത്തതിനും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ്. താങ്ക് യു.